ഇറങ്ങിഞ്ഞോട്ട്, ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അയ്യോ, ഈ ബോബനും മോളിയും പോയി 2 കുട്ടികളുണ്ടായ. സ്വാമിയേട്ടാ, ചേട്ടത്തിയമ്മ. ആ, ചേട്ടത്തിയമ്മ ചേട്ടനെ കൊല്ലും. അതല്ല, ചേട്ടത്തിയമ്മ. ആ, ചേട്ടത്തിയമ്മ അല്ലേ? എങ്ങോട്ടായി തള്ളി കയറി വരുന്നത്? അങ്ങനെ പുറത്ത് നിൽക്കുന്നവളൊന്നും അല്ല ഞാൻ. ഞാൻ ഇവിടുത്തെ പെണ്ണാ. ഇത് 2 ഇവിടുത്തെ കുട്ടികളാ. മാറി ഇങ്ങോട്ട്. ഇവിടുത്തെ കുട്ടികളോ? ഇവിടുത്തെ കുട്ടികൾ ഈ നിൽക്കുന്നവരാ. അവരാരും വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് കുട്ടികളുമില്ല. ഞാൻ നിങ്ങളുടെ സ്വാമിനാഥന്റെ ഭാര്യയാ, കൊച്ചമ്മണി. മാനമര്യാദ ജീവിക്കുന്നതിന്റെ അനിയെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ചവിട്ടിയടുത്ത് പുറത്തിടും. എന്റെ ഭർത്താവിനെ അങ്ങോട്ട് ഇറക്കി വിടറ. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നില്ല ഇവിടുന്ന്. സ്വാമിനാഥ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്ക്. എവിടെ പോകുന്നു? ഒരു കാരണവശാലും പേടിക്കരുത്. ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. എടാ സ്വാമിനാഥ, എന്താ അച്ഛാ? എനക്കെന്താ ഒരു വല്ലായിക? ഏയ് ഒന്നുമില്ല. എന്താ നല്ല സുഖയില്ലേ? ഏയ് നല്ല സുഖം. ഇങ്ങോട്ട് മാറിയെന്നേ. എടി പെണ്ണേ, ഇവനാണോ എന്റെ ഭർത്താവ്? പിന്നെ അല്ലാതെ. പറയട്ടെ അങ്ങോട്ട്. എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടാ. ഈ നിൽക്കുന്ന കൊച്ചുങ്ങളെ നമ്മുടെയാണെന്ന് അങ്ങോട്ട് പറയട്ടാ. അമ്മേ, എന്തൊക്കെ ഇവരീ പറയണേ? ഏതാ ചെയ് പെണ്ണുമ്പിള്ള? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഏതാണോ ഇവള്? നിനക്കറിയില്ലേ? ഏട്ടോ ദ്രോഹി, നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലേ? ഈ നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ അറിയില്ലല്ലേ? എനിക്കറിയാം. പുതിയൊരുത്തെ കിട്ടുന്നായപ്പം എന്നെ പിള്ളേരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? ഓർമ്മ വരാൻ വല്ല തെളിവുണ്ടോ കയ്യില്? വല്ല മോതിരോ അടയാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. എവിടെ? ദേവിക്കുന്നു അടയാളങ്ങൾ 2 ഇവരുടെ തലയെ കൈവച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും. ഇനി തെളിവ് വേണമെങ്കിൽ വിളിക്ക്. എവിടെയവൻ? നിങ്ങളുടെ അനിയൻ. അവനെ ഇങ്ങോട്ട് വിളിക്ക്. എടാ രാമഭദ്രയാ, എടാ കണ്ടോ അവൻ മാറിക്കളഞ്ഞത് കണ്ടോ? അവൻ അറിയാം സത്യം മുഴുവനും. അവനെ ഇങ്ങോട്ട് വിളിക്ക്. വിളിച്ചെടുത്ത് ചോദിക്ക്. രാമഭദ്ര, എടാ രാമഭദ്ര. എന്താ അച്ഛാ? നീ ഇവിടെ അറിയുവോ? അനിയ, നീയെങ്കിലും ഒന്ന് പറയാനിയാ എന്നെ അറിയുമെന്ന്. ഇത് നിന്റെ ചേട്ടത്തിയമ്മയും പിള്ളേരുമാണെന്ന് നീയെങ്കിലും ഒന്ന് പറയാനിയാ. എടാ നിന്നോടാ ചോദിച്ചത്, ഇവിടെ അറിയുവോന്ന്. ഇവരെ ഞാൻ അറിയും. ഇവരെ ഞാൻ അറിയുവച്ചാ, ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേളം ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതുവരെ സ്ഥിരം പരിപാടിയാ. കാശ് തന്നെ പ്രശ്നം. അയ്യോ എന്റെ ഈശ്വരാ. ഇതൊക്കെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളാ. അയ്യോ വല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? ഇത് നാളെ ഏർപ്പാടല്ലേടാ. പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കടല്ലയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പൊക്കോ പൊക്കോ, എവിടെയെങ്കിലും പൊക്കോ. ഇല്ലടാ മഹാപാപികളെ, ഞാൻ പോവില്ല. ഇവിടുന്ന് ഞാൻ ഒരിടത്തും പോവില്ല. പലയിടത്തൊക്കെ പോയി കൊച്ചുകളെ ഉണ്ടാക്കിച്ച് ഇങ്ങനോ പോറ്റാ കൊണ്ടിരുന്നേ? പോറ്റാൻ കഴിവല്ലേ കുളത്തിലെ കണ്ടിലോണ്ടറി പോ. അറിയാടാ, ഇപ്പൊ തന്നെ അറിയാടാ. നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. നിങ്ങളുടെ അച്ഛനെ നിങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. ഇവിടെ വരാൻ കൊല്ലിങ്ങ ഇവിടെ വരാൻ വരില്ലേ? നീ എന്താ ഈ കാണിക്കണ എന്റെ കൊച്ചമണി? നീ എന്റെ ഭാര്യയല്ലേ? ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ? ഇനി എനിക്കൊന്നുമില്ല. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. വാ വാ മക്കളെ. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കായിരുന്നു. എനിക്ക് മാപ്പ് തന്നു പറ.
നിനക്ക് ഞാൻ മാപ്പ് പറഞ്ഞ പട്ടി എഴുതാണെന്ന് എഴുതാൻ നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കൊണ്ട് പറയിക്കാനാ. നിനക്ക് ഞാൻ മാപ്പ് പറയാ. അടിക്കരുത്, അടിക്കരുതെന്ന് പറയോ. ആരുടെ കൈതടാതെ കയറി പിടിച്ചത്? ഇന്ന് വരെ ആ കൈതടാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറയാ മാപ്പ്. അച്ഛന്റെ കാലും മാപ്പുള്ള പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ സ്വാമിയായിട്ട് 2 മഹാഭാവമാണ് ചെയ്തത്. ഒരു കല്യാണം കഴിച്ചു പോയതും 2 കുട്ടികൾ ഉണ്ടായി പോയതും അതൊരു വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ എന്തിനാ അച്ഛന് ഞങ്ങൾ പറയച്ച? ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണത്? അച്ഛന്റെ തല്ല് കൊള്ളാൻ, അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെയാ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. നോക്കി കഥ പിടിച്ച് പുറത്താക്കണ ഈ തന്തയ്ക്ക് എനിക്കത് കൊലയാടി മക്കളെ. ഈ 500 ഇനി ഇങ്ങനെ 2 മക്കളില്ല. ഞാൻ തെത്താൻ എന്റെ പട്ടണ പോലും നിങ്ങൾ കാണരുത്. ഇറങ്ങാൻ